Hi and welcome to Mastercraft. I am Siriak Joseph. പൊതുവെ ഇക്കോണമി ഇപ്പോൾ ഡൗൺ ആണ്, പർട്ടിക്കുലർലി റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റ് ഡൗൺ ആണ്. ഇതിൻ്റെ മെയിൻ റീസൺ ക്യാപിറ്റൽ ക്രഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ്സ് ഇപ്പോൾ വളരെ കോസ്റ്റ് കോൺഷ്യസ് ആണ്. ആൻഡ് ബഡ്ജറ്റ് ഹൗസിംഗിൽ ഇപ്പോൾ വേറെ ഒരു റിന്യൂഡ് ഫോക്കസ് ഉണ്ട്. ക്ലയൻറ്റ്സ് ഇപ്പം വളരെ കോസ്റ്റ് കോൺഷ്യസ് ആൻഡ് ഓൾസോ ഈക്കോ കോൺഷ്യസ് ആണ്. അവർ ഡിമാൻഡ് ചെയ്യുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിന് ഓൺ പാറായിട്ടുള്ള ഡിസൈൻസ് ബട്ട് കോസ്റ്റ് എഫക്റ്റീവും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ സിറ്റി പ്ലോട്ട്സിൽ ഇപ്പോൾ കണ്ടംപററി ഡിസൈൻസ് ആണ് ഇപ്പോൾ കൂടുതൽ പോപ്പുലർ ആകുന്നത്. ആൻഡ് എഗെയിൻ ബഡ്ജറ്റ് ഹൗസിംഗ് ഓൺ ദ റൈസ് ആണ്. ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഹോമാണ് നാം ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. കം ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ഹോം ഇൻ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് മണ്ണന്തലയ്ക്കടുത്തുള്ള മുക്കോലയിലാണ് ഇന്നത്തെ വീട് സ്ഥിതി ചെയ്യുന്നത്. മിസ്റ്റർ സുരേഷ് കെ ജി ആൻഡ് രജിത സുരേഷിൻ്റെ ഗ്രീഷ്മം എന്ന വീടാണ് നാം കാണുന്നത്. ആർക്കിടെക്ട് ടി ജി അരുൺ ആൻഡ് ടി ജി ആനന്ദ് ഓഫ് ഗ്രാഫൈറ്റ് ഡിസൈൻസ് ട്രിവാൻഡ്രമാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രീഷ്മ എന്ന പേരുള്ള ഈ പ്രോജക്റ്റ് 2300 സ്ക്വയർ ഫീറ്റിൽ 5 സെൻറ്റ് പ്ലോട്ടിലാണ് നിൽക്കുന്നത്. ഇതൊരു 4 BHK പ്രോജക്റ്റാണ്. ഇതിൽ 2 ബെഡ്റൂം താഴെ 2 ബെഡ്റൂം മുകളിലോട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റ് ഈ 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുമ്പോൾ ഇത് സിറ്റിക്കകത്താണ്, എക്സാക്ട്ലി സിറ്റിക്കകത്താണ് ഈ പ്രോജക്റ്റ് നിൽക്കുന്നത്. അപ്പം പുള്ളിക്ക് വളരെ നിർബന്ധം അല്ലെങ്കിൽ വളരെ പുള്ളിയുടെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. നോർമലി സിറ്റിയിൽ നമ്മൾ കണ്ടുവരുന്ന കണ്ടംപററി സ്റ്റൈൽ വീടുകളെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിരിക്കണം. അതായത് നോർമലി നമ്മൾ ഏത് വീട് നോക്കിയാലും ഫുൾ പർഗോളാസ് അല്ലെങ്കിൽ വളരെ ബ്രൈറ്റ് കളേഴ്സൊക്കെ ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് സ്വന്തം വീട് മീൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബേസിക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ലൈറ്റിങ്ങോ അല്ലെങ്കിൽ നമുക്ക് അകത്തേക്കുള്ള എയർ സർക്കുലേഷനോ അതൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ബേസിക് റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വീടിൻ്റെ ഓവറോൾ ലുക്ക്, ഇൻറ്റീരിയേഴ്സ്, അതിൻ്റെ അപ്പീൽ അല്ലെങ്കിൽ അപ്പിയറൻസ് എല്ലാം തന്നെ മറ്റു വീടുകളെക്കാളും വളരെ വ്യത്യസ്തമായിരിക്കണമെന്നൊരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഈ പ്ലോട്ട് കാണാൻ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം ഇതിനകത്ത് സ്ട്രൈക്ക് ചെയ്ത കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സൗത്ത് ഫേസിങ് ആയിട്ടായിരുന്നു ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ പ്ലോട്ട് നിൽക്കുന്നത്. അപ്പം നോർമലി ബേസിക് വാസ്തു വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ ഇതുവരെ മീൻസ് നമ്മൾ ചെയ്തിരുന്ന പ്രോജക്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ബേസിക് വാസ്തു വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഫേസിങ് ആയിട്ട് നമ്മൾ ഒരിക്കലും മെയിൻ ഡോർ കൊടുക്കാറില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് നോക്കുമ്പോൾ അറിയാം ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ് മെയിൻ ഡോർ ഫേസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് നമ്മൾ ഒരിക്കലും ഒരു ഫ്രണ്ട് വ്യൂ ആയിട്ട് കൊടുത്തിട്ടില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സ് ഷേപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലാറ്ററൈറ്റിൻ്റെ ഡിസൈനിലുള്ള ടൈൽസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 3 ബോക്സസും ഇവിടെ ഗോൾഡൻ ബാംബൂസും കൊടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. പൊതുവെ ഒരു റിസോർട്ട് ഫീലാണ് കിട്ടുന്നത്. വീട്ടിന് കൊടുത്ത സെയിം ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ കോമ്പൗണ്ട് വാളിനും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫ്രെയിം സ്ട്രക്ചറോ അല്ലെങ്കിൽ അകത്തുനിന്ന് ചെടി കയറുന്ന രീതിയിൽ തന്നെ വീടിന് മാച്ച് ആവുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിങ്ക്രോണസ് മെത്തേഡ്. നമ്മുടെ കോമ്പൗണ്ട് വാളും ഗേറ്റോ അല്ലെങ്കിൽ കോമ്പൗണ്ട് വാളും അതിനകത്തുള്ള പ്ലാന്റ്സോ അതിനകത്ത് വരുന്ന ടെക്സ്ചർ ടൈൽസും എല്ലാം തന്നെ വീടിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ നമ്മളത് കീപ്പ് ചെയ്തിട്ടുണ്ട്.
ഇതൊരു ബഡ്ജറ്റ് ഹോം ആണെങ്കിലും ബഡ്ജറ്റ് ഹോമിൻ്റെ യാതൊരു ഫീലില്ല. ഒരു നല്ലൊരു മോഡേൺ കണ്ടംപററി ഹൗസിൻ്റെ ഫീലാണ് കിട്ടുന്നത്. ഇൻഫാക്റ്റ് ബാക്കി വീടുകളെ വെച്ച് നോക്കുമ്പം ഈ ഒരു ഡിസൈൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടംപററി സിങ്ക്രണസ് ഡിസൈനാണ് എലിവേഷന് യൂസ് ചെയ്തിരിക്കുന്നത്. എർത്തി കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ്, ബ്ലാക്ക്, ഗ്രേൻ്റെ ഒരു പ്ലേ ആണ് ഇവിടെ ഉള്ളത്. ഇത് തന്നെ നമുക്ക് വീടിൻ്റെ പല ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും. അതായത് ഈ ഒരു ഫീലാണ് അകത്തും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ പ്ലോട്ടിൽ ഒരു കിണറുണ്ടായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് ഒരു ലോൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു കാർ പോച്ചിൻ്റെ പുറകിലായിട്ട് ഒരു ഗ്രിൽ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു വെർട്ടിക്കൽ ഗാർഡൻ വെക്കാൻ വേണ്ടിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ, അതായത് നമുക്ക് കാർ പോർച്ച് വരുന്ന സ്പേസ് ആദ്യമേ അറിയാമായിരുന്നു. കാർ പോർച്ച് വരുന്ന സ്പേസ് തന്നെ വലിയൊരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻറ്റ്, വീടിനകത്തുള്ള റിക്വയർമെൻറ്റ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഈ കിണറിനെ റീറ്റെയിൻ ചെയ്യിക്കണമെന്നായിരുന്നു. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ നോക്കിയിട്ടും, അതായത് ഫ്രണ്ടിൽ നിന്നുള്ള സെറ്റ് ബാക്ക് വിട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ നോക്കിയിട്ടൊന്നും തന്നെ ഈ കിണറിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്തതെന്ന് പറയുന്നത്, സിറ്റ് ഔട്ടിനും കാർ പോർച്ചിനും ഇടയിലായിട്ട് തന്നെ ഈ കിണറിനെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും. പക്ഷേ അത് വെളിയിൽ നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അത് കിണറാണെന്ന് അറിയാത്ത രീതിയിൽ തന്നെ നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എലിവേഷന് LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോമ്പാക്ട് സെറ്റ് ഔട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെറ്റ് ഔട്ടും കാർ പോർച്ചും ഒരു ലെവലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു ഫുൾ സൈസ് വിൻഡോ വിത്ത് ടഫ് ആൻഡ് ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ മാക്സിമം സൺലൈറ്റും വിസിബിലിറ്റിയും കിട്ടുന്നുണ്ട്. മെയിൻ ഡോറിന് തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തേക്കിൽ തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ഡിസൈൻസ് ഒക്കെ കൊടുത്ത്, ഇത് ഇൻഫാക്ട് ഗ്രാഫൈറ്റ് ഡിസൈൻസിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ക്ലയൻറ്റിന് ഒരൊറ്റ സജഷനേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവരെന്നും യൂസ് ചെയ്യുന്ന വീട്, അല്ലെങ്കിൽ എപ്പോഴും താമസിക്കുന്ന വീടാണ്. സോ അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒരിക്കലും പെട്ടെന്നൊരു മടുപ്പ് വരരുത്. അതായത് എപ്പോഴും ഒരു സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനാണ് പുള്ളിക്കും താല്പര്യമുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാമായിരുന്നു. അങ്ങനെ അത്രയും ഫ്രീഡം തന്നപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്ന രണ്ട് കാര്യങ്ങൾക്കായിരുന്നു. അത് ഒന്ന്, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. രണ്ട്, ഇതിൻ്റെ ലൈറ്റിങ്. മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസും, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്താലും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി തീരുമാനിക്കുന്നത് അതിൽ വരുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിംഗ് ആണ്. സോ ഇപ്പം നമുക്ക് നാച്ചുറൽ ലൈറ്റിംഗ് അല്ലെങ്കിൽ ഡേ ലൈറ്റിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭംഗി ആയിരിക്കില്ല അത് നൈറ്റ് ലൈറ്റിൽ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ ലൈറ്റിംഗ്, നമ്മളതിന് ആർക്കിടെക്ചർ ലൈറ്റിംഗ് എന്ന് പറയും, അതിന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് നാച്ചുറൽ ലൈറ്റിംഗ് ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കത് മാക്സിമം അകത്ത് കൊണ്ടുവരണമെന്ന് തന്നെ ആയിരുന്നു നമ്മുടെ ആഗ്രഹം. രണ്ടാമത്തെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂഡ് ലൈറ്റിംഗ് ഓർ ഇമോഷണൽ ലൈറ്റിംഗ്, അല്ലെങ്കിൽ അതിനെ ആർക്കിടെക്ചർ ലൈറ്റിംഗ് എന്ന് പറയും. ആർക്കിടെക്ചർ ലൈറ്റിങ് നമുക്ക് എത്രത്തോളം സോഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയായിരിക്കും ആ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൽ നമ്മൾ കൊടുക്കുന്ന ലൈറ്റിംഗ് പോലെ ഇരിക്കും ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. സോ ഇത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡേക്ക് ലൈറ്റിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന, നോർമലി എല്ലായിടത്തും തന്നെ വിൻഡോസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർഗോളാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ അകത്തേക്ക് ലൈറ്റിംഗ് കൊണ്ടുവരാനായിട്ട് ഒരു ഫുൾ ടൈപ്പ് അല്ലെങ്കിൽ ഒരു കോർണർ, ഒരു വലിയൊരു വിൻഡോ യൂസ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റെയർ കേസിൻ്റെ കോർണർ സൈഡിലാണ് വരുന്നത്. അതൊട്ടും തന്നെ അകത്ത് ആൾക്കാരുടെ പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമ്മൾ ആ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് കറക്റ്റ് സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ. സോ മോർണിംഗ് ലൈറ്റ് മാക്സിമം അകത്ത് എല്ലാ റൂമിലേക്കും, അതായത് മോർണിംഗ് ലിവിങ് റൂമിലേക്കാണെങ്കിലും അല്ലെങ്കിൽ അപ് ടു കിച്ചൺ കോർണർ വരെയും കിട്ടുന്ന രീതിയിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്ലാസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ലൈറ്റിങ്ങിന് മാത്രമല്ല, അവസാനം ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ ഒരു ബ്യൂട്ടി എലമെൻ്റായിട്ടും കൂടി ഇപ്പോൾ ആ ഗ്ലാസ് വന്നിട്ടുണ്ട്.
കളേഴ്സ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത ഒരു ലിവിംഗ് റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അഗെയിൻ ഈ ലിവിംഗ് റൂമിൻ്റെ മെയിൻ ഡിസൈൻ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോറിങ്ങിൽ ഒരു വേരിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ലിവിംഗ് സ്പേസിന് തന്നെ വിട്രിഫൈഡ് ടൈൽസ്, അതായത് വുഡ് ഫിനിഷിനുള്ള വിട്രിഫൈഡ് ടൈൽസും ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. മിനിമലിസ്റ്റ് സ്റ്റൈലിലാണ് ഈ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ എൽ ഷേപ്പ് സോഫ, അഗെയിൻ ക്രീം കളർ കർട്ടൻസ്, ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വാൾപേപ്പറിങ് റൈറ്റ് സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് എല്ലാം ഗ്ലോസിയാണ്. അപ്പം കംപ്ലീറ്റ്ലി ഗ്ലോസി ടൈൽസ് യൂസ് ചെയ്തതിന് പകരം നമ്മൾ കുറച്ച് പോർഷൻസ്, അതായത് കോർട്ട്യാർഡിൻ്റെ സ്പേസും അല്ലെങ്കിൽ ലിവിങ്ങിൻ്റെ ഒരു കോർണർ സ്പേസും ഒക്കെ നമ്മൾ വുഡൻ ടൈപ്പ് ഓഫ് ടൈലും പിന്നെ ഒരു ഗ്ലോസി ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിങ്ങിന്. അപ്പോൾ അത്രത്തോളം ഒരുപാട് ലൈറ്റ് താഴെ നിന്ന് അധികം റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. നമുക്ക് ഒരുപാട് ലൈറ്റ് നമുക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലൈറ്റിംഗ് മാത്രമാണ് ഇമോഷണൽ ലൈറ്റിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഫോൾ സീലിംഗ് സൈഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോവ്സ് കൊടുത്തിട്ടില്ല. പകരം നമ്മൾ ഒരു വുഡൻ പാനലിംഗ് ടൈപ്പ് വർക്ക് നമ്മൾ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. അതിലൂടെ കിട്ടുന്ന ലൈറ്റിങ്ങും വേറൊരു മൂഡാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ലിവിംഗ് ഏരിയയ്ക്ക് പ്രൈവസി കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ വാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു TV യൂണിറ്റും റൈറ്റ് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫ്സാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു സ്പേസ്, അതായത് ഒരു പൂജാ സ്പേസ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എഗെയിൻ ആ ഫ്ലോറിങ്ങിലാണ് ഇതിൻ്റെ വ്യത്യാസം കാണിച്ചിരിക്കുന്നത്. ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഒരു പെബിൾ കോട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ എഗെയിൻ ഒരു സ്റ്റെയർ കേസും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടി. ഈ സ്റ്റെയർ കേസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ എലിവേഷനിൽ കണ്ട പോലെ ഇവിടെയാണ് ആ ഗ്ലാസ് വിൻഡോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അതായത് ഈ വീട് നല്ല നാച്ചുറൽ ലൈറ്റ് കൊണ്ട് വെൽ ലിറ്റ് ആയിരിക്കണം. സോ ഈ ഒരു വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫുൾ ഏരിയ ഒന്ന് ലൈറ്റപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിവിങ്ങിന് നെക്സ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. 6 സീറ്റർ ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനൊരു കോർണറിൽ തന്നെ ഒരു ഡൈനിങ് വാഷ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് കിച്ചൺ റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡോറിനുപരി ഒരു പാൻട്രി ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ 2 ബാർ ചെയർസ് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് എത്തുമ്പോൾ കിച്ചണിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട്, അതായത് നമ്മൾ നോർമലി ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ യൂസ് ചെയ്ത് വരുന്ന വൈറ്റ് ഷെയ്ഡും അല്ലെങ്കിൽ വുഡൻ അല്ലെങ്കിൽ എർത്തി ഷെയ്ഡ്സിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഗ്രേ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് കോമിക് ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ ബ്രൈറ്റ് ഷെയ്ഡ്സേ യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഒരു ഗ്രേ ഫെയ്ഡഡ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഫ്ലോർ ആണെങ്കിലും ഗ്രേ ടിൻ്റുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഡൈനിങ്ങിനും ലിവിങ്ങിനും ഇടയിലായിട്ട് അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടാണ് നമ്മുടെ സ്റ്റെയർ കേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസ് നമ്മൾ നോർമൽ പോലെയല്ല, ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റെയറിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിസൈൻ മീൻസ് നമ്മുടെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആദ്യം തന്നെ ബൾക്കി ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബ്രിക്ക് വർക്ക് വെച്ചിട്ടുള്ള രീതിയിലാണ് സ്റ്റെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോമ്പിനേഷൻ ഓഫ് കോൺക്രീറ്റ് ആൻഡ് വുഡൻ ടെക്സ്ചറാണ് അതിൻ്റെ സ്റ്റെപ്സിനെല്ലാം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വിത്ത് ഗ്ലാസ് തന്നെയാണ്. ഈ സ്റ്റെയർ കേസിന് അഡ്ജസൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മളൊരു ചെറിയൊരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡിന് മുകളിൽ മാത്രമാണ് നമുക്കിവിടെ ആകെ ഒരു പെർഗോള ഉള്ളത്. ഈ വീടിൻ്റെ മാക്സിമം ലൈറ്റിംഗ് കൊണ്ടുവരുന്ന ഒരു കോർണർ ഗ്ലാസിങ്ങിന് ഉപരി മുകളിലത്തെ പെർഗോളയും സെയിം ലൈറ്റിംഗ് അകത്ത് കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പുറത്തൊന്നും തന്നെ നമ്മൾ വേറെ പെർഗോളോസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊരു ബഡ്ജറ്റ് ഹോം ആണെങ്കിലും എല്ലാ പ്രാക്ടിക്കൽ ആമിനിറ്റീസ് ഈ വീടിനുണ്ട്. ഇതൊരു ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. 4 bedrooms ഉള്ള ഒരു വീടാണിത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ തീമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിന് യൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് മിററും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം, അറ്റാച്ച് ബാത്റൂമാണ്. എഗെയിൻ ഹെഡ് ബോർഡിന് പകരം അവിടെ ഒരു വാൾ പേപ്പറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫാമിലി പോർട്രേറ്റ്സ് ഒക്കെ വെച്ച് സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. സഫിഷ്യൻറ്റ് ലൈറ്റിംഗ് ഈ ബെഡ്റൂമിന് കിട്ടുന്നുണ്ട് വയ ദീസ് വിൻഡോസ്. മാസ്റ്റർ ബെഡ്റൂമും കുട്ടികളുടെ ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടിനും ഓൾമോസ്റ്റ് സെയിം സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്, 12 feet by 12 feet. ബെഡ്റൂംസിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ നോർമൽ വെർട്ടിഫൈഡ് ഫ്ലോറിംഗ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആദ്യമേ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ വാർഡ്രോബ്സിനെല്ലാം കൊടുത്തിരിക്കുന്ന ഷെയ്ഡ്സ് എന്ന് പറയുന്നത് വളരെ എർത്തി ആയിട്ടുള്ള ഷെയ്ഡ്സാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിനും തന്നെ ഫുൾ വാർഡ്രോബ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യമേ കാണുന്ന ഒരു ലോഞ്ച് ഏരിയ ആണ്. ഈ ലോഞ്ച് ഏരിയയുടെ സൈഡിലായിട്ട് 2 bedrooms ആണുള്ളത്. എഗെയിൻ ഈ ഏരിയ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ ഇവിടെ ഒരു ഹോം പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഈ വാളിന് ഒരു വാൾ പേപ്പറിങ്ങും ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സും നമുക്കിവിടെ കാണാൻ പറ്റും. എഗെയിൻ ഈ ഒരു ഏരിയ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്പേസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാൾസിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വാൾ പേപ്പറിങ്ങും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫീലാണ് ഈ എൻ്റർടൈൻമെൻറ്റ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. സൺലൈറ്റ് ആൻഡ് ടോട്ടൽ ലൈറ്റ്സ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നല്ല ഹെവി കർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എഗെയിൻ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ വെച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. ഈ ഫുൾ ഏരിയ ഒരു നല്ലൊരു ഹോം തിയേറ്റർ സിസ്റ്റം വെച്ചതിന് എഗെയിൻ ഒരു ഹോം തിയേറ്റർ ഫീൽ നമുക്കിവിടെ കിട്ടും. ഫ്ലോറിങ്ങിന് വിട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇവിടുത്തെ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സിൽ വേറൊരു ഭാഗമാണ് നമ്മുടെ തടി എന്ന് പറയുന്നത്. ഇപ്പോൾ വൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇവിടെ എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽസിൽ ബ്ലാക്ക് വുഡൻ ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഐ വ്യൂ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഭാഗങ്ങളിലെല്ലാം തടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളൊരു 3-4 ടൈപ്പ് ഓഫ് തടിയുടെ ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3-4 ടൈപ്പ് ഓഫ് തടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം തേക്കാണ്. ബാക്കി ബെഡ്റൂംസ് ഡോറും കിച്ചൺ ഡോറും എല്ലാം പ്ലാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്ലാവാണെങ്കിലോ അല്ലെങ്കിൽ തേക്കാണെങ്കിലോ തന്നെ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ അതിൻ്റെ ഷെയ്ഡ്സ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മളതിനെ സ്റ്റെയിൻ ചെയ്തിട്ട് വേറെ കളേഴ്സ് ആക്കാൻ നോക്കിയിട്ടില്ല. നമുക്ക് നാച്ചുറലി എങ്ങനെയാണ് കിട്ടിയെന്ന് അതേ ഷെയ്ഡ്സ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഫോൾ സീലിങ്സിലും നമ്മുടെ പാർട്ടീഷൻസ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ഈട്ടിയുടെ ഷെയ്ഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 3 തടിയുടെ കോമ്പിനേഷൻസ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്.